ഈ പ്രൊപ്പോസിഷനെ ഇങ്ങനെ ഡയറക്റ്റ് പറയുന്നതിനേക്കാളും ഗ്രാഫിക്കലി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മുടെ സി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റാണ് ജിയും ഹോമും. ഈ ഹോമിൻ്റെ ഉള്ളിൽ ഒരു സബ്സെറ്റ് ഉണ്ട് സി. ഈ സിയിലേക്കാണ് ജിന്ന് എഫ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ജിന്ന് സിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഈ സി എന്ന് പറയുന്നത് എന്താ, ഹോമിൻ്റെ സബ്സെറ്റാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഹോമിന്ന് സിയിലേക്ക് വേറൊരു മാപ്പ് ഉണ്ട്. ആ ഫംഗ്ഷനെ നമ്മൾ ജി എന്ന് വിളിക്കുന്നു. അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ എഫ് കണ്ടോ, എഫ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മളോട് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജിയിലൊരു എലമെൻറ്റ് സെഡ് എടുത്തു, എന്നിട്ട് അതിന് എഫ് ഓഫ് സെഡ് കണ്ടു. എഫ് ഓഫ് സെഡ് എവിടെയാണ് വരിക, ഹോമിൻ്റെ ഉള്ളിലെ സിൻ്റെ ഉള്ളിലെ ഒരു പോയിൻ്റായിട്ടാണ് എഫ് ഓഫ് സെഡ് വരിക. ഈ എഫ് ഓഫ് സെഡിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ജി ഓഫ് എഫ് ഓഫ് സെഡ് ചെയ്തു. ഇവിടുന്ന് ജി ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെഡ് തന്നെ കിട്ടും. അപ്പോൾ സെഡിനെ ജി ഓഫ് എഫ് ഓഫ് സെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഡ് തന്നെ കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു കാര്യം പറയുന്നുണ്ട്, ജി ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 0 അല്ല എന്ന് വെച്ചാൽ ജി കോൺസ്റ്റൻ്റ് അല്ല എന്നല്ലേ. ജി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് 0 വരൂലേ. അപ്പോൾ ജി ഡാഷ് ഓഫ് സെഡ് 0 വരില്ല എന്ന് നമുക്ക് കിട്ടി. ഇതിൻ്റെ കൂടെ നമ്മളിതാ ഇപ്പോൾ പറഞ്ഞു എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്നും കാണിക്കണം. അതിൻ്റെ കൂടെ ഈ ടേമും കാണിക്കണം, എഫ് ഡാഷ് ഓഫ് 0 എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 1/g ഡാഷ് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് കാണിക്കണം. ഇതാ നമ്മൾ ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് പോകാൻ വേണ്ടേ. പക്ഷേ നമുക്ക് ഒന്നും കൂടി പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ റിവേഴ്സ് ചെയ്യാം. നമുക്ക് ഇതല്ലേ കാണിക്കേണ്ടത്, ഞാൻ സെഡിന് പകരം എ കൊടുത്തു. എ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കാണിക്കുക, എഫ് ഡാഷ് ഓഫ് എ ഈക്വൽ ടു 1/g ഡാഷ് ഓഫ് എഫ് ഓഫ് എ എന്ന് കാണിച്ചാൽ പോരെ. ഇത് കാണിക്കാൻ ഞാനിതാ ഈ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടൂലേ. ഇനി എഫ് ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് ആണ് എഫ് ഡാഷ് ഓഫ് എ. അതിന് ഞാൻ അതങ്ങനെ എക്സ്പെൻഡ് ചെയ്ത് എഴുതി. അതേപോലെ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എനെ ഇതാ ഇതേപോലെ എക്സ്പെൻഡ് ചെയ്ത് എഴുതി. പിന്നെ 1 ഇതാ ഇവിടെ 1. ഓക്കെ, ഇനി ഇതാ ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചിടുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ സെക്കൻഡ് ടേം ഇവിടെ ഫസ്റ്റ് വന്നു, ഈ ഫസ്റ്റ് ടേം ഇവിടെ സെക്കൻഡ് വന്നു. ഇവിടെയും ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ഈ 1ന് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആൻസർ ചേഞ്ച് ആവുന്നില്ലല്ലോ, ഇല്ല. ഇനി ഈ മൊത്തം ലിമിറ്റിനെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കി. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഓക്കെ, ശരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാട്ടോ സ്റ്റെപ്പ് വരുന്നത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തന്നെ. അപ്പോൾ ലിമിറ്റ് എടുത്ത് ഒഴിവാക്കി ഇങ്ങനെ ആയിരുന്നു. ഇനി നോക്കി, ഇവിടെയും എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഉണ്ട്, ഇവിടെയും സെയിം ടേം ഉണ്ട്. ഇതിനെ രണ്ടിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്താണെന്നറിയോ, എ പ്ലസ് എച്ച് ആണ്. എങ്ങനെ വന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ പറഞ്ഞില്ലേ ജി ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് തന്നെയാണെന്ന്. ഇതാ സെഡിനെ എഫ് ഓഫ് സെഡിലേക്ക് മാപ്പ് ചെയ്യുന്നു, അത് ജി ആയിട്ട് മാപ്പ് ചെയ്യുമ്പോൾ സെഡ് തന്നെ വരും. അതേപോലെ ഞാനിത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനെ എഫ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ വരും. അതിനെ വീണ്ടും ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനും ചെയ്യുമ്പോൾ എ തന്നെ വരും. ഇതാ ഈ സെയിം റൂൾ വെച്ചിട്ട്. ഇനി എ പ്ലസ് എച്ചോ, എ പ്ലസ് എച്ചിനെ എഫ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് വരും. അതിനെ ജി ചെയ്യുമ്പോൾ എ പ്ലസ് എച്ച് തന്നെ വരും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം, ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എ ആണ്. അതേപോലെ ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് തന്നെയാണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ചിനെ എ പ്ലസ് എച്ച് എന്ന് എഴുതി, ജി ഓഫ് എഫ് ഓഫ് എനെ എ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ ഇതിന് ഇങ്ങോട്ട് കിട്ടിയല്ലോ. ഇനി ഇത് നോക്കിയാൽ ഈക്വൽ ടു 1 എന്നല്ലേ, എ മൈനസ് എന്താവും 0, പിന്നെ എച്ച് ബൈ എച്ച് 1 വരും. ഇനി നോക്കിയേ, എച്ചിന് 0 ആണ് വാല്യൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിലെ എച്ചിന് വാല്യൂ 0 ആയി കഴിഞ്ഞാൽ കളി മൊത്തം മാറൂലേ. അപ്പോൾ എച്ച് എന്താവണം, 0 ആവാതിരിക്കണം. ഓക്കെ, അപ്പോൾ എച്ച് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിതാ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി. ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. പക്ഷേ ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇവിടെ എച്ച് 0 അല്ല എന്ന് നമ്മൾ എടുത്തു. ഇതിന് കൂടെ തന്നെ നമ്മൾ കാണിക്കണം ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ചും ജി ഓഫ് എഫ് ഓഫ് എയും ഈക്വൽ അല്ല എന്ന് കാണിക്കണം. ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്ത് വരും, 0/h വരില്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് കാണിക്കാനേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന അറിയോ, ഇതാ ഈ ഒരു 2 സ്റ്റെപ്പ് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ എയും ജിയിലെടുക്കുന്നു, എ പ്ലസും ജിയിലെടുക്കുന്നു. എയും എ പ്ലസ് എച്ചും ജിയിലെടുക്കുന്നു. ഇനി ഇത് രണ്ടും ഈക്വൽ ആവുമോ, ഇല്ലല്ലോ. എയും എ പ്ലസ് എച്ചും ഈക്വൽ ആവില്ല. കാരണം എന്താ പറയുക, നമ്മളിവിടെ ഓൾറെഡി എടുത്തു എച്ച് 0 അല്ലാണ്. എച്ച് 0 അല്ലെങ്കിൽ എയും എ പ്ലസ് എച്ചും എന്താവില്ല, ഈക്വൽ ആവില്ല. എയും എ പ്ലസ് എച്ചും ഈക്വൽ ആവില്ലെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എയും ജി ഓഫ് എ പ്ലസ് എച്ചും ഈക്വൽ ആവില്ല. കാരണം എന്താ അറിയോ, ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, എ അല്ലേ. ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എ പ്ലസ് എച്ച് അല്ലേ. ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് പറഞ്ഞേ. ആർ എച്ച് എസ് ഈക്വൽ അല്ലെങ്കിൽ എൽ എച്ച് എസ് ഈക്വൽ ആവുമോ, ഇല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് ഇവിടെ കിട്ടും. ഇങ്ങനെ ആട്ടോ ചെയ്യേണ്ടേ. ഇനി അടുത്ത് നമുക്ക് എന്താ കാണിക്കേണ്ടതെന്ന് അറിയോ, ഈ സംഭവം നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കണം. എഫ് ഇപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിളൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എന്താവും എന്നറിയോ, അനലിറ്റിക് ആവും. ഇവിടെ നോക്കിയാൽ ജി അനലിറ്റിക് ആണ് തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഫ് അനലിറ്റിക് ആണെന്ന് കാണിക്കണം. നമ്മൾ
ഐഡിയ ഇതാ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ജി എന്ന് പറയുന്നത് അനലിറ്റിക് അഥവാ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏത് ഡിഫറൻഷ്യേറ്റ് എടുത്താലും ഇപ്പോൾ ജി ഡാഷോ ജി ഡബിൾ ഡാഷോ അങ്ങനെ ഏതെടുത്താലും അതൊക്കെ കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിളാണ്. അപ്പോൾ ഇതിന്ന് ജി ഡാഷ് ജി ഡാഷ് എന്ന് പറയുന്നത് ഇതിന് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടൂലേ. എന്നാൽ ജി ഡാഷ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഇവിടേക്ക് വാട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടി ജി ഡാഷ്. ഇനി എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ. ഏതാ എഫ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണ്, നമുക്കിവിടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കേണ്ടത്. എഫ് ഓഫ് സെഡും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ രണ്ട് ടേമും കണ്ടിന്യൂസ് ആയി. അപ്പോൾ ഈ എഫ് ഡാഷ് ഓഫ് സെഡ് എന്താ? എഫ് ഡാഷ് ഓഫ് സെഡ് എന്താ? എഫിൻ്റെ ഒന്നാമത്തെ ഡെറിവേറ്റീവ് അല്ലേ, അതല്ലേ എഫ് ഡാഷ് ഓഫ് സെഡ്. അപ്പോൾ ഈ എഫ് ഡാഷ് ഓഫ് സെഡ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ടേമുകൾ എന്താ? കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ്. ഓക്കെ, ജി ഡാഷ് കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ്, എഫ് കണ്ടിന്യൂസും ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യുന്നു കിട്ടി, അതിൻ്റെ കൂടെ തന്നെ അനലിറ്റിക് ആണെന്നും കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടിയില്ലേ, ഇത് ഡിഫറൻഷ്യബിൾ, ഇത് കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടി, ഇത് കണ്ടിന്യൂസ് ആണ്. ഇത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. എഫ് ഡാഷ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സെഡ് എന്തായേ പറ്റുള്ളൂ? ഡിഫറൻഷ്യബിൾ ആയേ പറ്റുള്ളൂ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓൾറെഡി കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം, ഇപ്പോൾ ഡിഫറൻഷ്യബിൾ ആണെന്ന് കിട്ടി. അതിന് ഇതെന്ത് പറയാൻ പറ്റുമോ അറിയോ? അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്കെന്താ കാണിക്കേണ്ടത്? ഡിഫറൻഷ്യബിൾ. അതാ ഇത് കണ്ടിന്യൂസും ആണ്, ഇത് കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഇത് ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെ സിമ്പിളായിട്ട് പറയാൻ പറ്റും കേട്ടോ.